നമഃ ശിവായ. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുവർണമായ ഒരു ദിവസമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചാനലിലെ ധാരാളം ആളുകൾ ആവശ്യപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അന്ന് ആളുകളിങ്ങനെ ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വിദൂര സ്വപ്നം മാത്രമാണ് എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ധാരണ. എന്നാൽ ആകസ്മികമായി ഒന്ന് രണ്ട് സുഹൃത്തുക്കളുടെ ഇടപെടൽ കാരണം സാറിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സാറിൻ്റെ വിലയേറിയ ഷെഡ്യൂളിൽ ഞങ്ങൾ അഭ്യർത്ഥിച്ചത് ഓർമ്മിച്ചുകൊണ്ട് സാർ നമുക്കൊരു സമയം അനുവദിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി സാറിനെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ, അറിവുള്ളവർ ശരിക്കും സംസാരിക്കണം. അറിവുള്ളവർ സംസാരിക്കാതിരിക്കുന്നത് കാലഘട്ടത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ആത്മീയത എന്ന് പറയുന്നൊരു വിഷയം, അതിനേക്കാൾ ഉപരിയായിട്ട് അതീന്ദ്രിയമായുള്ള വിഷയങ്ങൾ, ഓരോ മനുഷ്യനും അവൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ പൊട്ടൻഷ്യൽസിനെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ആത്മാവിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചും ഒക്കെയുള്ള വാർത്തകളും കാര്യങ്ങളും എല്ലാം തന്നെ നല്ല ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും പ്രാപ്തരാക്കുന്ന ഒന്നാണ്. പക്ഷേ എന്തോ കാരണവശാൽ നമ്മളിവിടെ അത് ആധുനികത എന്ന് പറയുന്ന ഒരു പടച്ചട്ട കൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകളെ മുഴുവൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അറിവുകളെ മുഴുവൻ അടച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. സാറിൻ്റെ ഇത്രയും വിശാലമായുള്ള വായനയിലും എഴുത്തിലും അറിവുകളിലും നിന്ന് ഈ ഒരു സംഭവത്തിനെ സാർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊന്ന് പറയാമോ? അതായത് 1350 ഗ്രാമുള്ള തലച്ചോറിൽ ഒരു 950 ഗ്രാമാണ് സെറിബ്രം എന്ന് പറയുന്നത്. ആ സെറിബ്രം മനുഷ്യനെ നിയന്ത്രിക്കാനും അവൻ്റെ അവയവങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെ ഉള്ള വിശാലമായൊരു ഏരിയയാണ്. ആ സെറിബ്രത്തിൻ്റെ റീസണിങ് കൊണ്ട് അല്ലെങ്കിൽ റാഷണൽ തിങ്കിങ് കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ആത്മീയത എന്ന് പറയുന്നത്. ഈ ആത്മീയത കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമേ അല്ല. തലച്ചോറിന് 3 ഭാഗങ്ങളുണ്ട്: സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ. അതിൽ സെറിബെല്ലത്തിൻ്റെ വലതുവശത്തുള്ള പാരാസെറിബെല്ലമാണ് ഈശ്വരവിശ്വാസം, ആത്മാവ്, എക്സ്ട്രാ സെൻസറിയായ കാര്യങ്ങൾ, ഇതൊക്കെ പെർസീവ് ചെയ്യുന്നത്. നമ്മൾ റാഷണൽ തോട്ട് കൊണ്ട് ആത്മാവിനെ ദൈവത്തെ കണ്ടെത്താമെന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. എന്നാൽ എക്സ്പീരിയൻസ് കൊണ്ട് കണ്ടെത്താമെന്ന് ചോദിച്ചാൽ കണ്ടെത്താൻ വളരെ എളുപ്പവുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉണ്ടാവില്ല, കുറച്ച് പേർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനൊരു മതവുമില്ല, യാതൊരു വിധമായ ബൗണ്ടറീസും ഇല്ലാത്ത ഒന്നാണ് ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ചിലത് സെൻസറിയായി തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ വീടാണ് കലേപുരം എന്ന് പറഞ്ഞ സ്ഥലം. കലേപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്മയുടെ വീടിനടുത്ത് ഒരു 72 വയസ്സുള്ള ഒരു സ്ത്രീയെ നേരം വെളുത്ത് കാണുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടി ആ സ്ത്രീക്ക് ശരിക്കും നടക്കാൻ വയ്യ, വടി ഇടിച്ചിടിച്ചാണ്, ഇങ്ങനെ ഭൂമിക്ക് പാരലായിട്ട് വളഞ്ഞുള്ള സ്ത്രീയായിരുന്നു. പാലത്തും തലക്കലെ അമ്മയെ കാണാനില്ല എന്ന് നാട് മുഴുവൻ പരന്നു. ആളുകളെല്ലാം കൂടെ അന്വേഷിക്കാൻ തുടങ്ങി. അവസാനം ഉച്ചക്കൊരു 11:30 മണിയായപ്പോൾ വലിയൊരു മരത്തിൻ്റെ മുകളിൽ നിന്നൊരു നിലവിളി കേൾക്കാം, ഒരു സ്ത്രീയുടെ നിലവിളി. അപ്പോൾ ആളുകൾ ചെന്ന് സൂക്ഷിച്ച് നോക്കിയപ്പം ഈ കാണാതെ പോയ പാലത്തും തലക്കലെ അമ്മ ആ മരത്തിൻ്റെ ഒരു 50 അടി പൊക്കത്തിൽ അള്ളിപ്പിടിച്ച് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ 1 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ത്രീ കാണപ്പെടുന്നത്. മർത്തോമാപ്പള്ളിയുടെ താഴെയുള്ള സ്ഥലത്താണ് ഈ മരത്തിൻ്റെ മുകളിൽ ഈ സ്ത്രീയെ കാണുന്നത്. ആ സ്ത്രീക്ക് സ്വയം നടക്കാൻ പറ്റാത്ത സ്ത്രീയാണ്, പരസഹായമെല്ലാം നടക്കാൻ പറ്റത്തില്ല, വടിയിടിച്ചാണ് നടക്കുന്നത്. അവസാനം നാട്ടുകാരെല്ലാം കൂടി 2 ഏണി കൊണ്ടുവന്ന് അത് കൂട്ടിക്കെട്ടി ഒരു 3 പേര് കയറി, ഒരാൾ ആ സ്ത്രീയെ എടുത്ത് പുറത്ത് വെച്ച് കെട്ടി, എന്നിട്ട് ആ ഏണിയെ കൂടെ ഇറക്കി താഴെ കൊണ്ടുവന്ന് ആ സ്ത്രീക്ക് ദാഹിക്കുമെന്ന് പറഞ്ഞ ഉടനെ ചായയും വെള്ളവും ആ ചെറിയ ആഹാസങ്ങൾ കഴിക്കാൻ കൊടുത്തു. ആ സ്ത്രീക്ക് ഒരു ബോധം വീണപ്പം ആ സ്ത്രീയോട് ചോദിച്ചു എന്താ സംഭവിച്ചത്. ആ സ്ത്രീ പറഞ്ഞു, രാത്രി 11 മണിയായപ്പോൾ എൻ്റെ മരിച്ചുപോയ ഭർത്താവ് വന്നു,
നീ ഇങ്ങനെ ഭൂമിയിൽ കഷ്ടപ്പെടേണ്ട, നിന്നെ കൂടെ ഞാൻ കൊണ്ടുപോകാൻ പോവാണ്, എൻ്റെ കൂട്ടുകാരന് കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ എൻ്റെ ഭർത്താവ് വിളിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി. വലത്തെ കയ്യിൽ ഭർത്താവ് പിടിച്ചു, ഇടത്തെ കയ്യിൽ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ പിടിച്ചു. ഞങ്ങൾ നടന്ന് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി കുറേ സ്റ്റെപ്പ് കയറണം സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും എന്നെ പിടിച്ച് ഓരോരോ സ്റ്റെപ്പ് കയറ്റി ഇവിടെ എത്തിയപ്പോഴത്തേന് നേരം വെളുത്തു. നേരം വെളുത്തപ്പം ഭർത്താവ് പറഞ്ഞു, പരലോകത്തെ ആത്മാക്കളൊന്നും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമി നിൽക്കാൻ ഒക്കെയില്ല, അതുകൊണ്ട് നിന്നെ ഞങ്ങളിവിടെ ഇരുത്താം, ഞങ്ങൾ പോയിട്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ തിരിച്ചു വരാം, എന്നിട്ട് എന്നെ കൊണ്ടുപോക്കളാന്ന് പറഞ്ഞു. അങ്ങനെ നേരം വെളുത്ത് ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഒരു 50 അടി പൊക്കത്തിൽ ഈ മരത്തിൻ്റെ മുകളിൽ ഒരു ശാഖയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്, താഴോട്ട് വീഴാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും. കുറച്ച് നേരം ഇരുന്നാൽ പിന്നെ ആ സ്ത്രീ താഴെ വീഴും. അതുകൊണ്ടാണ് ആ സ്ത്രീകൾ നിലവിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു നാട് മുഴുവൻ കാണുന്നൊരു സംഭവമാണ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്ന്, ഈ സ്ത്രീ എങ്ങനെ 1 കിലോമീറ്റർ നടന്നു. 2, ഈ സ്ത്രീ എങ്ങനെ ഈ 50 അടി പൊക്കത്തൊരു മരത്തിൽ അള്ളിപ്പിടിച്ച് മേളിൽ വരെ എത്തി. പക്ഷേ പിറ്റേ ദിവസം വൈകിട്ട് 7 മണി ആയപ്പോഴേക്കും സ്ത്രീ ആഹാരം വേണമെന്ന് പറഞ്ഞ് ആഹാരം കഴിച്ചു, കട്ടിലേക്ക് കയറി കിടന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് അമ്മച്ചയ്ക്ക് തണുക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി മക്കൾ വരുമ്പോൾ മരിച്ചു കിടക്കുകയാണ്. അതായത് സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞ വാക്ക് ഭർത്താവ് പാലിച്ചു. ഭർത്താവ് വന്ന് പിന്നെ സംഭവം നമുക്ക് അറിഞ്ഞൂടാ, ആത്മാവ് കൊണ്ടങ്ങ് പോയി. അപ്പോൾ ഇതൊരു നാട് മുഴുവൻ കണ്ട ഒരു സംഭവമാണ് ഈ കലവരത്ത് പാലത്തും തലക്കലെ അമ്മ മരത്തിൻ്റെ മുകളിൽ അർദ്ധരാത്രിക്ക് എത്തിയ കഥ. ഇതൊരു എക്സ്ട്രാ സെൻസറിയായി മാത്രം വ്യാഖ്യാനിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. എൻ്റെ അമ്മയുടെ വല്യപ്പൻ 101 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു വൈദികനായിരുന്നു. ഓർത്തഡോക്സ് സഭയിലെ ഒരേ ഇടവകയിൽ കലവരം വലിയ പള്ളിയിൽ 71 കൊല്ലം തുടർച്ചയായി വികാരിയായിരുന്നു. ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി 12 പള്ളികൾ വെച്ചു, 7 പള്ളിയിൽ അദ്ദേഹം വികാരിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനോട് 90 വയസ്സ് കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പശുവിനെ പാല് കറന്നാൽ ഉടനെ ഒരു കുപ്പി പാൽ എൻ്റെ തന്നു വിടും. ഈ തോട് കടന്ന് അപ്പുറത്ത് പോയി അപ്പച്ചന് കൊടുക്കണം. പിന്നെ ആ കുപ്പി തിരിച്ചു കൊണ്ടുവന്നിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. വൈകിട്ടാകുമ്പോൾ വീണ്ടും ഇതുപോലെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പച്ചനുള്ള ആഹാരവും പലഹാരമൊക്കെ അപ്പുറത്ത് കൊടുത്തയക്കും. അപ്പച്ചൻ അതെല്ലാം കഴിക്കും. പിന്നെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറയും. അപ്പോൾ ഈ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ ഈ അപ്പച്ചൻ എന്നോടൊരു കഥ പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ, വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പോയി കിഴക്കേ തെരുവിൽ പള്ളിയിൽ 7 കിലോമീറ്റർ അകലുള്ള പള്ളിയിൽ പോയി കുർബാന ചൊല്ലിയിട്ട് അവിടുന്ന് രാവിലെ തിരിച്ചു വന്നിട്ടാണ് കലവരം പള്ളിയിൽ 9 മണിക്ക് ശേഷമുള്ള കുർബാന ചൊല്ലുന്നത്. അപ്പോൾ കപ്പ്യാർ ഈ ശുശ്രൂഷകനും അപ്പച്ചനും കൂടി രാത്രിയിലൊരു 11 മണിയായപ്പോൾ ഇറങ്ങി നടന്നു. 7 കിലോമീറ്റർ നടന്ന് വയലിൻ്റെ വരമ്പത്തൂടെ നടന്ന് അവിടെ ചെന്ന് അവിടെ കിടന്ന് ബന്ധുവീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് അതിരാവിലെ എഴുന്നേറ്റ് 6 മണിയാകുമ്പോൾ അവിടെ കുർബാന ചൊല്ലും. തിരിച്ച് നേരം വെളുത്ത് നടന്ന് ഇവിടെ 9 മണി കുർബാന ചൊല്ലും. അങ്ങനെ ഇവർ തമ്മിലിങ്ങനെ പോകുമ്പോൾ ഇവരുടെ കയ്യിലൊരു റാന്തൽ വിളക്കുണ്ട്. അപ്പോൾ കുറച്ച് അപ്പുറത്ത് ഒരാളിങ്ങനെ നടന്നു പോകും. സാമാന്യം സൈസുള്ള ഒരാളാണ്. അപ്പോൾ ഈ കപ്പേർ പറഞ്ഞു, അച്ഛാ നമുക്ക് നടന്ന് അയാളുടെ കൂടെ അങ്ങ് പോയാലോ, ഒരുമിച്ച് അങ്ങ് പോകാൻ ഒരു കൂട്ടമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇവർ സ്പീഡ് നടക്കുന്തോറും മറ്റേതിന് സ്പീഡ് കൂടുകയാണ്, മറ്റേ ആൾക്ക് സ്പീഡ് കൂടുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മുമ്പേ നടന്നുപോയ ആളിന് ഭയങ്കര ഹൈറ്റ് വരാൻ തുടങ്ങി. 6 അടി പൊക്കമുള്ള ആൾ ഒരു 20 അടിയായി, 30 അടിയായി. അപ്പോൾ അപ്പച്ചനെ കാര്യം മനസ്സിലായി, ഇത് മനുഷ്യനല്ല, ആത്മാവോ പിശാചോ ഏത് ഭാഷയിൽ വിളിക്കണമെന്ന് അറിയാൻ വയ്യ. അപ്പച്ചൻ പറഞ്ഞ കപ്പേരെ അങ്ങോട്ട് തന്നെ നോക്കരുത് എന്ന് പറഞ്ഞ് രണ്ടുപേരും മുട്ടുകുത്തി. അപ്പച്ചൻ പ്രാർത്ഥിച്ച ശേഷം അച്ഛന്മാരുടെ കഴുത്തിൽ ഒരു കുരിശാണ്. ആ കുരിശെടുത്ത് ഈ രൂപത്തിന് നേരെ കുരിശ് വരച്ചപ്പോൾ ആ രൂപം അപ്രത്യക്ഷമായി. ഇത് അപ്പച്ചൻ നേരിട്ട് എന്നോട് പറഞ്ഞൊരു സംഭവമാണ്. അദ്ദേഹം പുരോഹിതനാണ്, ദീർഘകാലം പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുരിശ് വരച്ചപ്പോൾ പോയത് കൊണ്ട് അത് പിശാചാണ് എന്ന് അപ്പച്ചൻ ധരിക്കുന്നു. അതായത് അപ്പച്ചൻ മറ്റേ പള്ളിയിൽ പോയി കുർബാന ചൊല്ലുന്ന മുടക്കാൻ വേണ്ടി വന്ന ഒരു പിശാചാണ്, ഒരു എക്സ്ട്രാ സെൻസറി ആയ ഒരു ഓബ്ജക്റ്റിനെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന വീട് തുമ്പമണ്ണിലെ പ്രസിദ്ധമായ ഒരു തറവാടാണ്. 12 രാജാവിൻ്റെ കൂടെ വന്ന ബ്രാഹ്മണ കുടുംബങ്ങളിൽ പ്രസിദ്ധമായൊരു കുടുംബമായിരുന്നു പുത്തൻവീട്ടിൽ മഠം എന്ന് പറഞ്ഞൊരു നമ്പൂരി കുടുംബം. ആ നമ്പൂരി കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു 300 വർഷം മുമ്പ് എൻ്റെ പൂർവികർ
എൻ്റെ 6 തലമുറയ്ക്ക് മുമ്പുള്ള പൂർവികർ വാങ്ങിച്ചതാണ് ആ തറവാട്. പന്തളം രാജാവ് തുമ്പോണുള്ള കോയിക്കൽ ഞങ്ങളുടെ വീട്ടുകാർക്ക് വിറ്റിട്ട് പന്തളത്തോട്ട് പോയപ്പം ഈ പുത്തൻപെട്ടിൽ ശിവമഠവും കൂടെ പോയി. അങ്ങനെ നമ്പൂരിയില്ല. ഞങ്ങളെന്ത് ചെയ്തു? ഞങ്ങളെ ഇല്ലം നശിപ്പിച്ചില്ല. ഇപ്പോഴും നിൽപ്പുണ്ട് അവിടെ ആ നാട്ടിൽ. ഞങ്ങൾ കാലാകാലങ്ങൾ റിപ്പയർ ചെയ്യും. ഇല്ലങ്ങളൊക്കെ റിപ്പയർ ചെയ്യാൻ അറിയാവുന്ന വളരെ ചുരുക്കമേ ഉള്ളൂ. 12 രാജകൊട്ടാരം റിപ്പയർ ചെയ്യുന്ന ഒരാശാരിയുണ്ട് 75 വയസ്സുള്ള. അങ്ങാരാണ് ഇപ്പോഴും ഞങ്ങളുടെ തറവാട് റിപ്പയർ ചെയ്യുന്നത്. ഒരുപാട് പേര് കാണാൻ വരും. ക്രിസ്ത്യാനികളുടെ ഇല്ലം കാണാനായിട്ട് ഒരുപാട് പേര് വരും. അപ്പോൾ ഇല്ലമായതുകൊണ്ടും 1000 കൊല്ലം പഴക്കമുള്ളതായതുകൊണ്ടും മഹാനായ ശങ്കരാചാര്യർ തൃശ്ശൂരിൽ നിന്ന് തെക്കുള്ള വടക്കുന്നാഥ ക്ഷേത്രം, തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം പോലെ തുമ്പോണൂർ വടക്കുന്നാഥ ക്ഷേത്രമുണ്ട്. അത് പണിയാൻ നേരം ശങ്കരാചാര്യ സ്വാമികൾ തന്നെ കൊണ്ടുവന്നതാണ് വെള്ളിയാനിക്കൽ മഠവും പുത്തൻപെട്ടിൽ മഠവും കൊടാങ്കൽ മഠം ഉൾപ്പെടെയുള്ള പമ്പൂർ മഠം ഉൾപ്പെടെയുള്ള മഠങ്ങൾ. അപ്പോൾ ഈ പഴയ വീട്ടിൽ അച്ഛന്മാരായിട്ട് ഞങ്ങളുടെ പൂർവികർ 21 തലമുറ അച്ഛന്മാരായിരുന്നു. അപ്പോൾ അവരൊക്കെ പുരോഹിതന്മാർ കുർബാന നടത്തുകയും പ്രാർത്ഥിക്കുകയും വെച്ച സ്ഥലമാണ്. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ, എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഒരു ഫ്ലൈറ്റ് സർജൻ്റായിരുന്നു. അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ. അപ്പോൾ ഈ പ്രാർത്ഥനാ മുറിയുടെ തൊട്ട് മുമ്പിൽ സ്ത്രീകളാരും രാത്രി കിടന്നുറങ്ങാറില്ല. ഞാനും ബ്രദറും കിടന്നുറങ്ങും. സ്ത്രീകളാരും കിടക്കാറില്ല. അവിടെ ആ പ്രാർത്ഥനാ മുറിയുടെ നേരെ ഉറങ്ങാനും പാടില്ല. അങ്ങനെയാണ് സിസ്റ്റം. പക്ഷേ എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ ഭാര്യ വന്ന് വീട്ടിൽ മരുമകളായിട്ട് വന്നതല്ലേ, അതുകൊണ്ട് അവരവിടെയൊക്കെ വന്ന് ഇരുന്ന് അവിടെ ഒരു കസേര ഇട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കസേരയാണ്. അവിടെ അവർ വന്നിരുന്നു. എന്തോ ശരീരക്ഷീണം കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര നിലവിളിയാക്കാം ഈ സ്ത്രീയുടെ. അപ്പോൾ ഞങ്ങളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അപ്പുറത്ത് ചെന്നു. ഒരു 50 അടി ഓടി അപ്പുറത്ത് ചെന്നപ്പോൾ ഇവരിങ്ങനെ അമ്പരന്നിരിക്കുകയാണ്. അവർക്ക് ആദ്യം ഒന്നും സംസാരിക്കാൻ വയ്യ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അമ്മാമേ പറ്റിയെന്ന് പറഞ്ഞു. അതൊരു അച്ഛൻ ഇറങ്ങി വന്നെന്നെ അടിച്ചു എന്ന് പറഞ്ഞു. ഏതച്ഛൻ? അത് ഇച്ചിരി പ്രായമുള്ള അച്ഛനാണ്. മാംസമൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. ഇവിടാണോ ഈ സ്ത്രീകൾ വന്ന് കിടന്ന് ഉറങ്ങുന്നേ പ്രാർത്ഥനയുടെ മുമ്പിൽ എന്ന് പറഞ്ഞ് ഒറ്റ അടി അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അടി അടിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് നോക്കിയാൽ ഈ അടിയേറ്റ പാട് കാണാം. ഈ സ്ത്രീ നല്ല വെളുത്ത് സുന്ദരിയായ ഒരു സ്ത്രീയാണ്. അടി കിട്ടിയ പാട് കാണാം. അപ്പോൾ മരിച്ചുപോയ ഒരു പുരോഹിതൻ, ഒരു അച്ഛൻ ഇറങ്ങി വന്ന് അടിച്ചു എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെൻസറി ആയ ഒരു എക്സ്പീരിയൻസാണ്. അടിയുടെ പാടവിടെ കിടക്കുന്നത് കൊണ്ടും ഞങ്ങളുടെ അപ്പൻ്റെ ഭാര്യ ആയതുകൊണ്ടും അവരുടെ ആ വിഷമവും വെപ്രാളവും കണ്ടപ്പോഴാണ് സംഭവം സത്യമാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ വിളക്ക് കത്തിച്ചു. അവിടെ നിലവിളക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാനായിട്ട്. ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് അമ്മാമ്മയ്ക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്ത് ആശ്വസിപ്പിച്ച് ഇനി മേലെ പഴയ വരെ പോയി ഇരിക്കരുതെന്ന് പറഞ്ഞിട്ട്, ഇല്ലത്തിനകത്ത് കയറി ഇരിക്കരുതെന്ന് പറഞ്ഞിട്ട് പുതിയ വീട്ടിൽ വന്ന് അവിടെ ഇരിക്കുകയോ അവിടെ പ്രാർത്ഥിക്കുകയോ ചെയ്തോണം, അപ്പുറത്ത് പോരെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ്. ആ വീട് നിറച്ച് പാമ്പാണ്. പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞിങ്ങനെ നടക്കും. ഒരിക്കൽ എൻ്റെ അമ്മച്ചി ഇങ്ങനെ കറിക്കരിഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. മേളിൽ നിന്നൊരു പാമ്പ് നേരെ മുറത്തിലോട്ട് വീണ് ഇങ്ങനെ പത്തിടർത്തി നിൽക്കുക. അമ്മച്ചി അതെടുത്ത് താഴോട്ട് വെച്ചപ്പോൾ പാമ്പഴഞ്ഞങ്ങ് പോയി. ഞാനൊരിക്കൽ രാത്രി ഉറങ്ങി കിടക്കാം. രാത്രി 2 മണിയാകുമ്പോൾ ശരീരത്തിലൊരു തണുപ്പ്. ഞാൻ നോക്കിയപ്പോൾ ഒരു മൂർക്കം പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞ് കയറി വരുവാണ്. ഏകദേശം ഇവിടം വരെ എത്തിപ്പോയി. അനങ്ങോ എഴുന്നേക്കാൻ ശ്രമിച്ചത് കൊത്ത് കിട്ടും എന്നെനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അനങ്ങാതെ കിടന്നു. പാമ്പ് ഇതുവഴി അഴഞ്ഞ് കട്ടിലേക്കൂടെ അഴിഞ്ഞങ്ങ് പോയി. അപ്പോൾ ഇതൊരു ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ സമ്മതിക്കുമോ? കാര്യം ചൂടുള്ള വാം ബ്ലഡായ ഒരു ആനിമലിനുമായിട്ട് സ്പർശനം വന്നാൽ പാമ്പ് അപ്പം കൊത്തും. അപ്പോൾ പാമ്പ് എന്തുകൊണ്ടൊരു മനുഷ്യ ശരീരത്തിലാണ് കയറിയെന്ന് പാമ്പ് മനസ്സിലായില്ല. പാമ്പ് ആ കോൾഡ് ബ്ലഡ് ആനിമൽ ആയതുകൊണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉടനെ പാമ്പിന് അറിയാം. ഒരു മനുഷ്യ ശരീരത്തിൽ കയറിയ പാമ്പ് കൊത്തുന്നില്ല, ഇഴഞ്ഞപ്പുറത്ത് പോയി എന്നുള്ളത് ഒരു ബയോളജിസ്റ്റും വിശ്വസിക്കുകയില്ല, ഒരു ഡോക്ടറും വിശ്വസിക്കുകയില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ നടന്ന സംഭവം ആയതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോട്ടയം SP ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഓഫീസിൽ 2 ക്ലർക്കന്മാരുണ്ട്. ഒരേ വീട്ടിൽ നിന്ന് വരെ 2 ക്ലർക്കന്മാർ. അവർ 2 പേരും സൂര്യകാലടി ഇല്ലത്തിലെ മക്കളാണ്. അപ്പോൾ രക്തരക്ഷസ് നാട്ടിലിറങ്ങിയപ്പോൾ പിടിച്ചു കെട്ടിയ സൂര്യകാലടി പട്ടതിരി എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ പുരാണങ്ങളിലൊക്കെ ചരിത്രപ്രസിദ്ധനായ മനുഷ്യനാണ്.
അപ്പോൾ ഇവർ രണ്ടുപേരും ട്വിൻസാണ്. ചേട്ടനും അനിയനും ഒരേ പ്രസവത്തിലുണ്ടായതാണ്. രണ്ടുപേരും കണ്ട ഒരുപോലെ ഇരിക്കും. എനിക്ക് പലപ്പോഴും അവരുടെ പേര് അങ്ങോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, പഴയ സൂര്യകാലടി പട്ടതിരിയുടെ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞു വല്യമ്മാവൻ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് കഴിവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടോ നിൻ്റെ വല്യമ്മാവൻ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഓ പോകാമല്ലോ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാറെ കയറാൻ പറഞ്ഞു. അങ്ങനെ കോട്ടയം എസ്പിയുടെ കാറിൽ ഞങ്ങൾ അടിച്ചു വിട്ട് കുമരകത്തിന് പോയി സൂര്യകാലടി ഇല്ലത്തിൽ ചെന്നു. ഒരു പഴയ ഇല്ലാണ്, പഴയ ഇല്ല, ഞങ്ങളുടെയൊക്കെ ഇല്ലത്തേക്കാൾ പഴക്കമുള്ള ഇല്ലാണ്. അവിടെ ചെന്ന് ഈ വല്യമ്മാവനെ കണ്ടു. വല്യമ്മാവൻ്റെ 72 വയസ്സാണ്. അവസാനമൊക്കെ പറഞ്ഞ് അദ്ദേഹം ചോദിച്ചു എന്താ വന്നേ? ഞാൻ പറഞ്ഞു സൂര്യകാലടി ഇല്ലത്തെപ്പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആത്മാവിനെ കാണാൻ പറ്റുമോ? അതേപോലെ കാണാം, അതിന് കുഴപ്പമൊന്നുമില്ല. ധൈര്യമുണ്ടോ? പോലീസ് എസ് പി ഒക്കെ ധൈര്യമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ധൈര്യം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തിനാണ് ഈ ആത്മാവിനെ കാണുന്നത്? ഞാൻ പറഞ്ഞു ആത്മാവുണ്ടോ ഇല്ലയോ എന്നൊരു തർക്കം. എൻ്റെ കുടുംബത്തിലെ പലരും വിശ്വസിക്കുന്നതിൽ ആത്മാവുണ്ടെന്ന്. ഞാനും ആത്മാവിനെ പറ്റി ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനെ പറ്റി പുസ്തകം വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു സംശയം. അതേ പറഞ്ഞു ഓ ശരി അങ്ങനെയാണെങ്കിൽ വാ കാണിച്ചു തരാം, പേടിക്കരുതെന്ന് പറഞ്ഞു. എന്നെ ഒരു മുറിയുടെ നടുക്കൊണ്ടിരുത്തി. ഞാനിരുന്നതിൻ്റെ നേരെ എതിർവശത്ത് വെള്ള ഭിത്തിയാണ്, വൈറ്റ് വാഷ് ചെയ്ത ഭിത്തിയാണ്. അദ്ദേഹം പറഞ്ഞു ഞാനൊരു മന്ത്രം ചൊല്ലും, മന്ത്രം ചൊല്ലുമ്പോൾ ആത്മാവ് വരും. ആത്മാവ് വരുമ്പോൾ അങ്ങാർക്ക് മന്ത്രം ചൊല്ലുന്ന സമയം വരെ ആത്മാവോടെ കാണും. അപ്പോൾ നിങ്ങൾ കണ്ടോണം. എൻ്റെ മന്ത്രം നിൽക്കുമ്പോൾ ആത്മാവ് അങ്ങ് അപ്രത്യക്ഷമാവുന്നത്. അങ്ങനെ അദ്ദേഹം മന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് 2 പേര് കയറി വന്നു. ഒരു തോർത്ത് ഇങ്ങനെ പിടിച്ചു, ആ ഭിത്തിയുടെ നേരെ ഫ്രണ്ടിൽ ഒരു തോർത്ത് പിടിച്ചു കഴിഞ്ഞ് ഈ വലിയ സൂര്യകാലടി പട്ടതിരി മന്ത്രം ചൊല്ലാൻ തുടങ്ങി. മന്ത്രം ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഈ തോർത്തിൻ്റെ തൊട്ട് പുറകിൽ ഒരു 6 ഇഞ്ച് നീളം സ്വർണ്ണ നിറമുള്ള ലില്ലിപ്പുട്ടിലെ മനുഷ്യരുടെ കഥ നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വന്ന് കൈയും കാലും ഇട്ട് ഇങ്ങനെ അനക്കി ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഈ രൂപം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തോർത്ത പിടിയങ്ങ് വിട്ടു. അവർ രണ്ടുപേരും എന്നെ നോക്കി നിൽക്കുകയാണ്, മനസ്സിലാകുന്നുണ്ട്, എന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ തോർത്തിൻ്റെ പിടിയങ്ങ് വിട്ടപ്പം ആത്മാവിനെ പ്ലെയിനായിട്ട് നമുക്ക് കാണാം. അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യാണ്. മന്ത്രം ഒരു 3 മിനിറ്റ് ഉണ്ടാവും. ആ 3 മിനിറ്റ് ഈ സ്വർണ്ണ നിറത്തിലുള്ള ആത്മാവൊന്നും ഇങ്ങനെ ഡാൻസ് ചെയ്ത് അദ്ദേഹം മന്ത്രം നിർത്തിയപ്പോൾ ആത്മാവ് അങ്ങ് അപ്രത്യക്ഷമായി. എന്നെ നോക്കി നിന്ന് ആ തോർത്ത് കൊണ്ടുവന്ന് 2 പേര് പുറകോട്ട് നോക്കാതെ വാതിലിനകത്തോട്ടങ്ങ് ഇറങ്ങിപ്പോയി. പട്ടതിരി ചോദിച്ചു കണ്ടല്ലോ? ഞാൻ പറഞ്ഞു കണ്ടു. ഞാൻ വലിയ ധൈര്യശാലിയാണെന്ന് എനിക്ക് ഭാവം ഉണ്ടെങ്കിലും ആത്മാവിനെ കണ്ടു കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് പനി പിടിച്ചു. ഭയങ്കര കിടുകിട പനി, 3 ദിവസത്തേക്ക് ഭയങ്കര പനി. ആൻറ്റിബയോട്ടിക്സൊക്കെ കഴിച്ചു നോക്കി, വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല. പിന്നെ എൻ്റെ മതവിശ്വാസ പ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു. ഭാര്യയും വലിയ വിശ്വാസിയാണ്, ഭാര്യയും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ പനി പോയി. അപ്പോൾ ഗളിവറിൻ ലില്ലിപ്പുട്ടെന്ന കഥയിൽ നമ്മൾ വായിക്കുന്ന പോലെ ഈ ആത്മാവ് 6 ഇഞ്ച് നീളമുള്ളതാണോ എനിക്കറിഞ്ഞൂടാ. ഈ സ്വർണ്ണത്തിൽ കണ്ട ആത്മാവാണോ അതെനിക്കറിഞ്ഞൂടാ. ഇനി വല്ല ഹിപ്നോട്ടിസം കളിച്ചതാണോ അതും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ആത്മാവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പനി വന്നു എന്നുള്ളതും എന്നെ അത് എഫക്റ്റ് ചെയ്തെന്നുള്ളതും പ്രായോഗികമായി നമ്മൾ കണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ സൂര്യകാലടി ഇല്ലം പോലെ മന്ത്രസിദ്ധികളിൽ വളരെ പ്രസിദ്ധമായൊരു കുടുംബം, അതിനാണ് ഈ ആത്മാവിനെ നേരിട്ട് കാണിക്കാൻ പറ്റിയ. പിന്നെ ഞാൻ അവിടുന്ന് ട്രാൻസ്ഫറായി കണ്ണൂർ പോയി അപ്പോഴാണ് തളിപ്പറമ്പിനടുത്തുള്ള ഒരു കടയിൽ രാത്രിയിൽ സാധനമൊക്കെ വിറ്റ് 9,500 രൂപയായിട്ടൊരു മനുഷ്യൻ വരുമ്പോൾ അദ്ദേഹത്തെ കുത്തിക്കൊന്നു. 3-4 ദിവസം ഞങ്ങൾ തലകുത്തി നിന്നു. യാതൊരു തെളിവില്ല. അന്നൊക്കെ ഈ CCTV ഒന്നുമില്ല. ഇപ്പോഴാണ് ഏതെങ്കിലും CCTV പതിയും ഈ ആളിൽ വരുന്നതൊക്കെ. യാതൊരു CCTV ഇല്ല. തന്നെയല്ല, ഈ കുത്തിക്കൊന്നു കഴിഞ്ഞ് സ്വപ്പം കഴിഞ്ഞപ്പോൾ മഴ പെയ്ത കാരണം ഫിംഗർ പ്രിൻ്റോ വേറെ ഒന്നും പട്ടി മണപ്പിക്കാനൊക്കെ കാര്യം ആ സ്ഥലത്ത് പട്ടിയെ മണപ്പിച്ചാൽ കിട്ടണമെങ്കിൽ ആ മണം അവിടെ നിൽക്കണം. മഴ പെയ്ത കാരണം ആ മണം മുഴുവൻ പോയി. 4-5 ദിവസം പഠിച്ചുകൊണ്ട് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഗോപിനാഥ മേനോൻ DYSPനോട് പറഞ്ഞു, സാറേ നമുക്ക് ഈ ആത്മാവിനെ ഒന്ന് വരുത്തിയാലോ.
ഞാൻ വെച്ചാൽ അതെങ്ങനെയാണ് ആത്മാവിനെ വരുത്തുന്നത്? അത് നമുക്ക് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്ത് ഒരു 3 മുസ്ലിങ്ങളുണ്ട്. അവർക്ക് ഈ ആത്മാവിനെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവരാണെന്ന്. അപ്പോൾ എനിക്ക് ഈ ആൾ കൊല്ലപ്പെട്ടു, ഒരു വിധവ സ്ത്രീയും 2 മക്കളുമാണ്. ആ കുടുംബത്തോടെ ഞാൻ നീതി പുലർത്തണം. പോലീസ് അന്വേഷണത്തിൽ ഒരു തെളിവും കിട്ടുകയില്ല. ഞാൻ പറഞ്ഞു വരുത്താൻ പറഞ്ഞു. അങ്ങനെ മുണ്ടക്കയത്ത് നിന്ന് 3 പേരെ മുസ്ലിങ്ങളെ വരുത്തി ഇവിടെ കൊണ്ടുവന്ന് അവർ ഈ മരിച്ച ആളിൻ്റെ ഒരു ബന്ധുവാണ് ഈ ആത്മാവിനെ വിളിക്കണമെങ്കിൽ. ആ ബന്ധുവിനെ കൊണ്ടുവന്ന് ആ മരിച്ച ആളിനെ അടക്കിയ കല്ലറയുടെ ചുറ്റും 3 തവണ ഇങ്ങനെ വലം വെച്ചു. ഒരു 15 വയസ്സുള്ള പയ്യനായി, മൂത്തമാണ്. എന്നിട്ട് ആ പയ്യനെ കൊണ്ടുവന്ന് ഒരു പാ വിരിച്ചിട്ട് ആ പായിലോട്ട് കിടത്തി കഴിഞ്ഞ് മന്ത്രവാദി ഒരു വെറ്റിലെടുത്ത് ചുണ്ണാമ്പെല്ലാം പുരട്ടി. എന്നിട്ട് അദ്ദേഹം എന്തോ മന്ത്രം ജപിച്ച് കഴിഞ്ഞ് ഈ വെറ്റില ഇങ്ങനെ നൂത്താൽ ഈ മനുഷ്യൻ ഇങ്ങനെ നേരെ വരും. ഈ പയ്യൻ വെറ്റില നൂത്ത ആ മനുഷ്യൻ ആ വെറ്റിലയുടെ അതേ മൂവ്മെൻറ്റ് ഈ ശരീരം കാണിക്കുക. യാതൊരു അനക്കമില്ല. വടി പോകുന്ന പോലെ മേപ്പോട്ടും കീഴ്പ്പെടുത്തും. അതിനാത്മാവിനെ വിളിച്ചു വരുത്തി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ കട പൂട്ടി വന്നപ്പോൾ 2 പേര് കൂടി എന്നെ പിടിച്ചു. ഒരാളെന്നെ കുത്തി. ഈ 2 പേരിൽ ഒരാൾ എനിക്ക് മനസ്സിലായി, അത് ഇന്നാരാണ്. അയാളുടെ കൂടെ വന്ന ആരാണെന്നൊരു പിടിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ആത്മാവ് പറഞ്ഞു, അയ്യോ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ, പാതാളത്തിൽ നിന്ന് എന്നെ വിളിക്കുന്ന ഭയങ്കര വേദന ഉണ്ടാകുന്നൊരു സംഭവമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആത്മാവ് സംസാരിച്ച് തുടങ്ങിയ ഉടനെ വിധവ സ്ത്രീ പറഞ്ഞു, അയ്യോ ഇതെൻ്റെ ഭർത്താവാന്ന് പറഞ്ഞു. കാരണം ഈ മരിച്ച ആളിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടിട്ടില്ല. ഈ സ്ത്രീക്ക് മാത്രം അറിയാം ഇത് ഭർത്താവിൻ്റെ ശബ്ദമാണ്, ഇതൊരു ഭർത്താവിൻ്റെ ശബ്ദമാണ്. അപ്പോൾ ഈ വിളിച്ചു വരുന്ന വലിയ ദുഃഖമാണ്, സങ്കടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വിധവ സ്ത്രീക്ക് ഭയങ്കര സങ്കടമായി. വിധവ സ്ത്രീ പറഞ്ഞു, അയ്യോ കേസ് എളിഞ്ഞില്ലേലും വേണ്ട, എൻ്റെ മരിച്ചു വേണ്ട ഭർത്താവിൻ്റെ ആത്മാവിനെ ഇങ്ങനെ വിളിച്ച് കഷ്ടപ്പെടുത്തരുത്, അങ്ങ് തിരിച്ചു വിടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ തിരിച്ചു വിടാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം തിരിച്ചു വിട്ടു. പയ്യൻ മന്ത്രം ചൊല്ലി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ പയ്യൻ്റെ 15 വയസ്സുള്ള ഒറിജിനൽ ഈ കരശബ്ദം പോയി, കൊച്ചുകുട്ടികളുടെ ശബ്ദം വന്നു. ആ പേര് പറഞ്ഞവനെ രാത്രി തന്നെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ വെളുപ്പാങ്കാലം 2:30 മണിയായപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. അവനോട് ചോദിച്ചപ്പോൾ അവൻ്റെ കൂടെ ഉള്ളവൻ്റെ പേര് പറഞ്ഞു, കുറ്റമൊക്കെ സമ്മതിച്ചു, കേസ് കോടതിയിൽ ശിക്ഷിച്ചു. അപ്പോൾ ഈ വന്നത് ആത്മാവാണോ എനിക്കറിഞ്ഞുകൂടാ. കാരണം വെച്ചാൽ ഈ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ എൻ്റെ അപ്പനെ കൊല്ലാൻ സാധ്യതയുള്ളത് ഇന്നാരാണ് എന്നൊരു സംശയം വെച്ചിട്ട് കുട്ടി അബോധാവസ്ഥയിലായപ്പോൾ പേര് പറഞ്ഞതാണോ, അത് എതിർച്ചയ റിയൽ കൾപ്രിറ്റ് ആയതാണോ, അതോ ആത്മാവ് റിയലി വന്ന ശരീരത്തിൽ കയറിയോ, അങ്ങനെയാണ് ഈ ആത്മാവ് അത്രയും സമയം എവിടെയായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഗോപിനാഥൻ നായരും ഗോപിനാഥൻ മേനോൻ 2 ഡിവൈസ്മാരാണ് ചെയ്യിച്ചത്. അതിൽ ഗോപിനാഥ മേനോൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ചേർത്തല ജീവിച്ചിരിപ്പുണ്ട്. ആ മന്ത്രവാദികൾ വന്ന 3 പേരിൽ 2 പേര് മരിച്ചുപോയി. ഇപ്പോൾ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, അൻബാർ ഉസ്താദ് എന്ന് പറയുന്ന മുണ്ടക്കയത്തെ മെയിൻ പള്ളിയിലെ ഉസ്താദ്. പക്ഷേ ഞാനിത് ഗ്രഹപ്പുഴയ്ക്ക് ഒരു TV പ്രോഗ്രാമിൽ പറഞ്ഞു. അപ്പോഴത്തേക്ക് മുസ്ലിം പണ്ഡിതന്മാരെല്ലാം കൂടെ അവരെ പോയി വിളക്കി, ഇനി മേലാൽ ആത്മാവിനെ വിളിപ്പിച്ചേക്കരുത്, ഇസ്ലാം മതത്തിന് വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് പണ്ഡിതന്മാർ വിലക്കിയതോടുകൂടി അദ്ദേഹത്തിന് പിന്നെ ഒരാത്മാവിനെ വിളിച്ചു വരുത്താൻ പറ്റാതായപ്പോൾ ഞാൻ അൻബാർ ഉസ്താദിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ പിന്നെ ആത്മാവിനെ വിളിക്കാൻ സമ്മതിക്കുകയില്ല, മുസ്ലിം പണ്ഡിതന്മാർ എതിരാണ്. അപ്പോൾ ഞാൻ മുസ്ലിം പണ്ഡിതന്മാരോട് ചോദിച്ചു, കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരോട് ചോദിച്ചു, ഈ ആത്മാവിനെ ഇങ്ങനെ വരാൻ പറ്റുമോ? മുസ്ലിങ്ങൾ പറയുന്നത് ആത്മാവല്ല വരുന്നത്. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഇസ്ലാം മത വിശ്വാസപ്രകാരം ആ മനുഷ്യൻ്റെ കൂടെ ഒരു മാലാഖയുമുണ്ട്, ഒരു ജിന്നുമുണ്ട്. ഇവർ 2 പേരും നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഈ മാലാഖയുടെ കൂടെ അങ്ങ് പോവും. അപ്പോൾ പക്ഷേ ജിന്ന് ഭൂമിയിലുണ്ട്, ആ ജിന്നിനറിയാൻ സംഭവം. അപ്പോൾ നമ്മൾ വിളിപ്പിക്കുന്നത് ജിന്നിനെയാണ്. ജിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ജിന്നിനറിയാൻ സംഭവം എന്താണ്. ആ ജിന്നാണ് മരിച്ച മനുഷ്യൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നത്, അല്ലാതെ ആത്മാവല്ല എന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ ക്രിസ്ത്യൻ പാതിരിമാർ കുറച്ച് പേര് എന്നോട് വഴക്കുണ്ടാക്കി. സാറ് പോലീസ് പണിയാണോ ചെയ്യുന്നത്, പോലീസ് ഇൻവെസ്റ്റിഗേഷനാണ് ചെയ്യുന്നത്, ആത്മാവിനെ വിളിച്ചു വരുത്താൻ പറ്റുമോ സാറേ, സാർ എന്തൊരു മണ്ടത്തരായി പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാനും അച്ഛനും പഠിച്ചൊരു വേദപുസ്തകമുണ്ട്, അതിനകത്ത് ഏലിയ പ്രവചകൻ വിധവ സ്ത്രീയുടെ മകനെ ആത്മാവിനെ വിളിച്ചു വരുത്തിയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തു ലാസർ മരിച്ച് 3-ാം ദിവസമാണ് ആത്മാവിനെ വിളിച്ചു വരുത്തി ശരീരത്തിൽ കയറ്റി ജീവൻ കൊടുത്തത്. വിധവ സ്ത്രീയുടെ മകൻ മരിച്ചപ്പോൾ യേശു ക്രിസ്തു വിധവ സ്ത്രീയുടെ മകൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിച്ചിട്ട് ജീവൻ കൊടുത്തു. ജൈറസ് എന്ന് പറഞ്ഞ സേനാനായകൻ്റെ മകൾ മരിച്ചിട്ട് മകളുടെ ആത്മാവിനെ തിരിച്ചു വിളിച്ച ആ മകൾക്ക് ജീവൻ കൊടുത്തു.
കർത്താവ് തന്നെ കുരിശിൽ മരിച്ചപ്പോൾ വലുതുഭാഗത്തെ കള്ളനോട് പറഞ്ഞു, നീ എന്നോടുകൂടി ഇന്ന് പർദീസയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ പർദീസയ്ക്ക് പോയ കർത്താവ് 3-ാം ദിവസം ആത്മാവ് തിരിച്ചു വന്ന് ശരീരത്തിൽ കയറി ഉയർത്തെഴുന്നേറ്റ്. ഇത് അച്ഛനും ഞാനും വായിച്ച വേദപുസ്തകമാണ്. ആ വേദപുസ്തകത്തിൽ നിന്ന് അച്ഛൻ പറയുന്ന ആത്മാവിനെ വിളിച്ചു വരുത്താൻ പറ്റത്തില്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം കള്ളമാണ്. സാറിനോട് സംസാരിക്കാൻ പറ്റത്തില്ല, നിർത്തുവന്നു. അദ്ദേഹം ഫോൺ നിർത്തി അങ്ങ് പോയി. അപ്പോൾ വേദപുസ്തകത്തിന് ഉദാഹരണം പറഞ്ഞപ്പോൾ അച്ഛന് മറുപടിയില്ല. അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന ആത്മാവിനെ വിളിച്ചു വരുത്താൻ പറ്റിയല്ല എന്ന് അച്ഛൻ അങ്ങ് വാദിക്കാൻ മനസ്സിലാകുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. ഹിന്ദുക്കൾക്ക് ആയിരക്കണക്കിന് പുരാണങ്ങൾ എടുത്ത് നോക്കി ആയിരക്കണക്കിന് ചത്തവനെ ഇങ്ങോട്ട് ജീവിപ്പിക്കും. ഭഗവാൻ കൃഷ്ണൻ പോയിട്ട് ബ്രാഹ്മണന്റെ 9 മക്കൾ കഴിഞ്ഞ് കൊണ്ടുവരും. സന്ദീപന്റെ മഹർഷിയുടെ മകൻ മരിച്ചു പോയതാണ്. ഭഗവാൻ കൃഷ്ണൻ പോയി ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് വന്ന്. സന്യാസിമാർ പലരും മരിച്ച ആത്മാക്കൾക്ക് ജീവൻ കൊടുത്തു. ജമദഗ്നിയുടെ ഭാര്യയെ പരശുരാമൻ വെട്ടിക്കൊന്നു. അമ്മയെ വെട്ടിക്കൊന്നിട്ട് ജമദഗ്നി വരം ചോദിച്ചപ്പം ഭാര്യയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തി ഭാര്യയ്ക്ക് ജീവൻ കൊടുത്തു. അപ്പോൾ ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നമില്ല. ഹിന്ദുക്കൾക്ക് ആത്മാവ് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവം ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കും ചില പ്രശ്നമുണ്ട് ആത്മാവിനെ വിളിച്ചു വരുത്താൻ. അപ്പോൾ ഇത് പരസ്യമായി കഴിഞ്ഞ ഉടനെ ഞാൻ അന്നത്തെ DIG ഹോർമിസ് സറൻ സാർ പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, നമുക്ക് വേറൊരു കേസിലൊന്ന് റിയലി ടെസ്റ്റ് ചെയ്ത് നോക്കണം, നമ്മുടെ കേസിൽ പറ്റുമോ എന്നറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പം കള്ളുഷാപ്പിൽ വെച്ച് വഴക്കുണ്ടായി ഒരുത്തനെ കുത്തിക്കൊന്നൊരു കേസുണ്ടായിരുന്നു. ആ കുത്തിക്കൊന്ന കേസ് ഒരു രീതിയിലും തെളിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഹോർമിസ് സറൻ സാർ പറഞ്ഞു അവന്മാരെ ഒന്ന് വരുത്താൻ പറഞ്ഞു. അങ്ങനെ മുണ്ടക്കയത്തുനിന്ന് ഈ 3 മുസ്ലിങ്ങൾ പണ്ഡിതന്മാരെ വരുത്തി ആത്മാവിനെ വിളിച്ചു വരുത്തി. അപ്പം DIG ഞാനൊക്കെ ഇരിപ്പുണ്ട്. വിളിച്ചു വരുത്തി. കുറച്ച് കഴിഞ്ഞ് ആത്മാവ് വന്നിട്ട് പറഞ്ഞു, അയ്യോ ഞാനൊരു 2-3 ഗ്ലാസ് കുടിച്ച് തീരെ ബോധം പോയിരിക്കുകയായിരുന്നു, അതുകൊണ്ട് കുത്ത് കിട്ടിയെന്നൊക്കെ അറിയാം, പക്ഷെ ആരാ കുത്തിയെന്ന് എനിക്ക് ഒരു പിടി ഓർമ്മയില്ലാന്ന് പറഞ്ഞു. കള്ളു കുടിച്ചിരുന്നുകൊണ്ടൊന്നും ഓർമ്മയില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ആ കേസ് തെളിയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഉമാദത്തനെ കണ്ടു. ഉമാദത്തൻ അന്നത്തെ ഞങ്ങളുടെ സയൻറ്റിഫിക് എക്സ്പെർട്ടാണ്, ഫോറൻസിക് മെഡിസിൻ്റെ സർജനാണ്. അദ്ദേഹം പറഞ്ഞു നമുക്കൊരു കേസ് പരീക്ഷ നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു കേസ് ഒരു തുമ്പും കിട്ടാത്തൊരു കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ മുസ്ലിം പണ്ഡിതന്മാരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി. ആത്മാവ് വന്നു. ആത്മാവ് പറഞ്ഞു ഇന്നാരാണ് എന്ന് പറഞ്ഞ്. പക്ഷേ ആ കേസ് തെളിയിക്കാൻ പറ്റില്ല. പ്രതി എന്ന് പറഞ്ഞ ആളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഉമാദത്തൻ പറയുന്നത് ഇത് ആത്മാവല്ല എന്നാണ്. ആത്മാവല്ല, ഈ ആത്മാവ് വന്ന് കയറി എന്ന് പറയുന്ന ആളിൻ്റെ മനസ്സിലുള്ള എന്തോ ഒരു കോൺഷ്യസ്നെസ്സിൽ അവൻ പറയുന്നതാണ് എന്നാണ് ഉമാദത്തൻ്റെ അഭിപ്രായം. അങ്ങനെ 3 കേസിൽ ഈ ആത്മാവിനെ വിളിച്ചു വരുത്തി പോലീസ് സർവീസിൽ ഇരുന്നപ്പോൾ. അപ്പോൾ എല്ലാ കേസും നമുക്ക് റാഷണലിസം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കേസുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കേസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവാറുണ്ട്. ആത്മാവ് കറങ്ങി നടക്കുന്ന ആത്മാവുണ്ട്, പുനർജന്മം എടുക്കുന്ന ആത്മാവുണ്ട്. അങ്ങനെയുള്ള ആത്മീയമായ ശാസ്ത്രത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ റാഷണലിസ്റ്റുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫിനോമിനൻ ഈ ഭൂമിയിലുണ്ട്. ആ ഫിനോമിനെ പറ്റി ഇതെല്ലാം വെറും ബോഷ്കാണ്, കള്ളമാണെന്ന് പറയുന്നതിനേക്കാളും റാഷണലായ എക്സ്പ്ലനേഷൻ വിശ്വസിക്കാവുന്ന അവിടം വരെ വിശ്വസിക്കുക. റാഷണലിസത്തിന് അപ്പുറത്തായ കാര്യങ്ങൾ എക്സ്ട്രാ റാഷണലായി ചിന്തിച്ചിട്ട് തെളിവുള്ളത് വിശ്വസിക്കുക, തെളിവില്ലാത്തത് തള്ളിക്കളഞ്ഞോളൂ. ഒരാളുടെ മാത്രം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇപ്പം പക്ഷേ 100 കണക്കിന് ആളുകൾ കണ്ട സംഭവങ്ങളില്ലേ, ഒരുപാട് ഡോക്ടർമാർ വെരിഫൈ ചെയ്ത സംഭവങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള സംഭവങ്ങളിൽ റാഷണലിസ്റ്റുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയാനൊക്കത്തില്ല. ഇനി ആത്മാവ് വന്ന് പുനർജന്മം എടുക്കുന്ന ഒരുപാട് കേസുണ്ട്. 100-200ഓളം കേസുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ കേസ് ഈജിപ്തിലുണ്ടായ ഒരു കേസാണ്. ഈജിപ്തിലുണ്ടായ കേസിൽ ഇംഗ്ലണ്ടിലൊരു പെൺകുട്ടി ജനിച്ച് ഒരു 9 വയസ്സ് കഴിഞ്ഞപ്പോൾ സ്റ്റെപ്പിൽ നിന്ന് പറഞ്ഞ് താഴെ വീണു. കുട്ടി അബോധാവസ്ഥയിലായിരുന്നു 30 ദിവസം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് ബോധം വീണു. ബോധം വീണ് കഴിഞ്ഞപ്പോൾ പെൺകുട്ടി പറഞ്ഞു, അയ്യോ ഞാൻ ഇവിടെങ്ങും ജനിച്ചതല്ല, ഞാൻ ഈജിപ്തിൽ ജനിച്ചതാണ്. ഈജിപ്തിൽ ജനിച്ച് 1500ഓളം വർഷം കഴിഞ്ഞിരിക്കുകയാണ്.
ഇത്രയും കാലം ഞാൻ അലിഞ്ഞിരിഞ്ഞ് നടന്നിട്ടാണ് ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ഞാൻ ജീവൻ എടുത്തത്. അതുകൊണ്ട് എന്നെ ഈജിപ്തിലെ സ്ഥലത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു പെൺകുട്ടിക്ക് വട്ടാണ്. പെൺകുട്ടിയെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കി മരുന്ന് കൊടുത്തു. ആ സ്ത്രീ അടങ്ങിയിരുന്നു. 16 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ അപ്പനെ അമ്മയെ നിർബന്ധിച്ച് ഈജിപ്തിൽ കൊണ്ടുപോയി. 1500 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന പ്രസിദ്ധനായ ഫറോ രാജാവിൻ്റെ കൊട്ടാരത്തിനടുത്തെന്ന് പറഞ്ഞു, ഇവിടെയാണ് ഞാൻ ജനിച്ചിരുന്നത്. എന്നെ ഈ രാജാവ് പ്രേമിച്ചിരുന്നു. ഈ അമ്പലത്തിനപ്പുറത്തുള്ള സ്ഥലത്താണ് ഞങ്ങൾ പ്രേമരംഗങ്ങളൊക്കെ നടന്ന സംഭവം. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. ഗ്രൗണ്ട് എവിടെ പോയി എന്ന് ചോദിച്ചു. അവിടെ ഗ്രൗണ്ട് കാണുന്നില്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞതുകൊണ്ട് ഈജിപ്തിലെ ആർക്കിയോളജിസ്റ്റുകളെല്ലാം വന്നിട്ട് മണ്ണ് മാറ്റി ചെന്നപ്പം ഇവള് പറഞ്ഞതുപോലെയുള്ള ഗ്രൗണ്ട് കണ്ടെത്തി. അവൾ പറഞ്ഞു, ഇവിടെ ഒരു 6 സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിൽ 3ാമത്തെ സ്റ്റെപ്പിലാണ് രാജാവ് എന്നെ ചുംബിച്ചുകൊണ്ടിരുന്ന സ്ഥലം എന്തോ. അങ്ങനെ അവർ ആ ഗ്രൗണ്ടിനപ്പുറത്തുള്ള മണ്ണ് മാന്തി ചെന്നപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ 6 സ്റ്റെപ്പ് അതുപോലെ തന്നെ ഉണ്ട്. എന്നിട്ട് ഇത്രയും കണ്ടെത്ത സ്ഥിതിക്ക് ആർക്കിയോളജിസ്റ്റുകൾ പറഞ്ഞു, ഈ ഈജിപ്തിലെ പണ്ട് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഹിരോഗ്ലിഫിക്സ് എന്ന് പറയപ്പെടുന്ന എഴുത്തുണ്ട്. ആ എഴുത്തിൽ 90% അക്ഷരങ്ങൾ നമ്മൾ വായിച്ചു, പിക്ടോഗ്രാഫിക്കാണ്. ബാക്കി ഒരു 10% വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വായിക്കാൻ പറ്റാത്ത കുറേ അക്ഷരമുണ്ട്, അത് നിനക്ക് പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അവരക്ഷരം കൊണ്ടുവന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് ഇന്ന അക്ഷരം. വായിക്കാൻ പറ്റാതിരുന്ന സംഭവങ്ങൾ മുഴുവൻ അങ്ങ് വായിച്ചു. അങ്ങനെ ഈജിപ്തിലെ ചരിത്രകാരന്മാർ കണ്ടെത്താൻ പറ്റാത്ത കുറേയേറെ കാര്യങ്ങൾ അവൾ കണ്ടെത്തി. 1986 അപ്പോൾ എന്നിട്ട് അവൾ ഒരു ഈജിപ്തുകാരനെ കല്യാണം കഴിച്ചു. അവിടെ തന്നെ ജീവിച്ച് അവസാനം 1986 അവൾ മരിക്കുമ്പോൾ അവളുടെ എക്സ്പീരിയൻസസ് ഒരു പുസ്തകമായിട്ട് എഴുതി. അത് വിശ്വപ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. അപ്പം അങ്ങനെ ആത്മാവ് തിരിച്ചു വന്നു. 1500 വർഷത്തിന് ശേഷം ആത്മാവ് തിരിച്ചു വന്നു. ദുര്യോധനൻ തിരിച്ചു വന്ന സംഭവങ്ങളുണ്ട്. ഇന്ത്യയിലെ പല സംഭവങ്ങളുണ്ട്. ഭോപ്പാലിലെ ലോ കോളേജിൻ്റെ പ്രിൻസിപ്പൽ അവർ പൂർവ്വജന്മത്തിലെ വീട് പോയി കണ്ടുപിടിച്ച് അവിടുത്തെ അപ്പനെ അമ്മയെല്ലാം പോയി സംരക്ഷിച്ച കേസാണ്. പോലീസ് ജീവിതത്തിൽ എനിക്കിതുപോലൊരു സംഭവമാണ്. ഞാൻ എറണാകുളം പോലീസ് കമ്മീഷണർ ആയിരുന്നപ്പോൾ ഒരു സൈക്കോളജിസ്റ്റുകളുടെ ഒരു മീറ്റിങ്ങിന് പോയി. മീറ്റിംഗ് കഴിഞ്ഞ് അവിടുത്തെ ഒരു സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞു, സാറേ ഒരു പർട്ടിക്കുലർ കേസ്, കുട്ടിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഞങ്ങളെ ചികിത്സിക്കാൻ വരികയാണ്. പക്ഷേ കുട്ടിക്ക് ഭ്രാന്തില്ല, പക്ഷെ കുട്ടി പറയുന്നതിൻ്റെ സത്യം കണ്ടെത്താനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഇടപെടാമെന്ന് പറഞ്ഞിട്ട് ഈ അപ്പനെ അമ്മയും കുട്ടിയെ വരുത്തി. അപ്പോൾ എന്താണ് പ്രശ്നം? അപ്പനും അമ്മയും പറഞ്ഞു, ഈ കുട്ടി പറയുന്നു ഈ കുട്ടി ഞങ്ങളുടെ മോളല്ല. ഈ കുട്ടി ബോംബെയിലെ അന്ധേരിയിൽ ജീവിച്ചിരുന്ന കുട്ടിയാണ്. സ്റ്റെപ്പ് വീണ് മരിച്ചു എന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കുട്ടി പറയുന്നത് ശരിയോ തെറ്റോ നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ 2 പോലീസുകാരും അതും കൂടെ വിടാമെന്നോ. 2 പോലീസുകാരെയും കൂട്ടി ഈ കുട്ടിയും അപ്പനും അമ്മയും നേരെ അന്ധേരിയിൽ പോയി. ആ കുട്ടി പറയുന്ന ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് 100 മീറ്റർ അകലെ കൊണ്ടുവന്ന് കുട്ടിയെ നിർത്താൻ പറഞ്ഞാൽ കുട്ടിയെ നിർത്തി. കുട്ടി ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് ഒരൊറ്റ ഓട്ടം. പോലീസുകാർ കൂടെ ഓടി. അവൾ ചെന്ന് അവിടുത്തെ ഫ്ലാറ്റിൽ ചെന്ന് കയറി ഒരു നില കയറി, 2 നില കയറി, 3 നില കയറി ഒരു വീട്ടിൻ്റെ ഒരു ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കൊട്ടി അവിടുത്തെ സ്ത്രീ ഇറങ്ങി വന്നു. അമ്മ എന്നെ ഓർക്കുന്നില്ലേ അമ്മ എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ കയറി കെട്ടി ചോദിച്ചു, നീ ഏതാ വെച്ചാൽ എന്നെ കയറി കെട്ടിപ്പിടിക്കാന്നൊക്കെ. അമ്മ ഞാൻ നിങ്ങളുടെ മോളല്ലേ അമ്മ, സ്റ്റെപ്പിൽ നിന്ന് മറിഞ്ഞ് വീണില്ല, ചത്തില്ലേ അമ്മ, ആ കുഞ്ഞാ ഞാൻ വീണ്ടും ജനിച്ചിരിക്കുകയാണ്. ഞാൻ മരിക്കുന്നതിന് 3 ദിവസം അമ്മ എനിക്കൊരു പാവാട വാങ്ങിച്ചു തന്നില്ലേ, ഒരു ചുമന്ന പാവാട, അതൊന്ന് കാണിക്കാമോ എന്നെ, ഏതാണ്ട് ഈ അലമാരിയിരിക്കുന്നത്. അവർ അലമാര തുറന്നപ്പോൾ ഈ കുട്ടി ആ പർട്ടിക്കുലർ പാവാട എടുത്തു. എന്നിട്ട് പറഞ്ഞ്, എനിക്ക് ഒരു സ്വർണ്ണ വളയും ഒരു ഇതൊക്കെ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നല്ലേ അമ്മ, ഒരു ചുമന്ന ബാസ്ക്കറ്റ് ഇരിക്കുന്ന സാധനം അതവിടെ ഇരിപ്പുണ്ട്. കാര്യം മരിച്ച കുട്ടിയുടെ എല്ലാ സാധനവും ഒരു അലമാരി വെച്ചിരിക്കുകയാണ്. ആ കുട്ടി അത് എടുത്ത് ആ ഉടുപ്പും അതൊക്കെ ഇട്ടിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചൂരി അവിടെ കൊടുത്തു. അപ്പോഴത്തേക്ക് ഈ അവിടുത്തെ അപ്പനും അമ്മയ്ക്കും വേറെ കുട്ടിയൊന്നുമില്ല, ഈ മരിച്ചുപോയ കുട്ടി മാത്രം ഉണ്ടായിരുന്നു. അവർ ഈ കേരളത്തിലെ അപ്പനും അമ്മയോടും പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ കുട്ടി അവിടെ നിർത്തിയിട്ട് പോയി, ഞങ്ങളുടെ മോളായത്, നിങ്ങൾക്ക് ഇനിയും കുട്ടി ഉണ്ടാവും, ഞങ്ങൾക്ക് ഇനിയും കുട്ടിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് ജനിച്ച കുട്ടിയെ ഞങ്ങൾ കൊണ്ടുപോയേ പറ്റുമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞങ്ങളൊരു മാസം ഒരു 10,000 രൂപ അയച്ചു തരാം, ഞങ്ങൾക്ക് ഇച്ചിരി പൈസ ഒക്കെ ഉള്ള കൂട്ടരാണ്, ആ കുട്ടിയുടെ എല്ലാ കാര്യവും നോക്കി നിങ്ങൾ നടത്തിക്കോണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചിട്ട് അവർ എല്ലാ മാസവും ഒരു 10,000 രൂപ ഇടും. അന്ന് കമ്മീഷണർ പോലീസായി എൻ്റെ ശമ്പളം 8,000 രൂപയേ ഉള്ളൂ. ആ കാലത്താണ് ഈ 10,000 രൂപ അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഈ കുട്ടിക്ക് ഒരു 14 വയസ്സായപ്പോൾ അവരവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒരു ചെറിയ വീട്ടിലിങ്ങനെ കിടക്കണ്ട, ഞങ്ങളുടെ കുട്ടിയെ കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, അപ്പനും അമ്മയും കുഞ്ഞും കൂടിഞ്ഞ് ബോംബെ വാ, ഞങ്ങളുടെ കൂടെ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ അപ്പനും അമ്മയും കുട്ടിയും കൂടെ അവിടെ ചെന്ന് അവരുടെ വലിയ ഫ്ലാറ്റിനകത്ത് ഒരു മുറിയിൽ പുതിയ അപ്പനും അമ്മയും, മറ്റേ മുറി മറ്റേ അപ്പനും അമ്മയും. എന്നിട്ട് അവർ മരിച്ചപ്പോൾ ആ ഫ്ലാറ്റും ആ മുഴുവൻ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തും ഈ കുട്ടി കൊടുത്തിട്ടാണ് അപ്പനും അമ്മയും മരിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കേസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവാറുണ്ട്. ആത്മാവ് കറങ്ങി നടക്കുന്ന ആത്മാവുണ്ട്, പുനർജന്മം എടുക്കുന്ന ആത്മാവുണ്ട്. അങ്ങനെയുള്ള ആത്മീയമായ ശാസ്ത്രത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ റാഷണലിസ്റ്റുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫിനോമിനൻ ഈ ഭൂമിയിലുണ്ട്. ആ ഫിനോമിനെ പറ്റി ഇതെല്ലാം വെറും ബോഷ്കാണ്, കള്ളമാണെന്ന് പറയുന്നതിനേക്കാളും റാഷണലായ എക്സ്പ്ലനേഷൻ വിശ്വസിക്കാവുന്ന അവിടം വരെ വിശ്വസിക്കുക. റാഷണലിസത്തിന് അപ്പുറത്തായ കാര്യങ്ങൾ എക്സ്ട്രാ റാഷണലായി ചിന്തിച്ചിട്ട് തെളിവുള്ളത് വിശ്വസിക്കുക, തെളിവില്ലാത്തത് തള്ളിക്കളഞ്ഞോളൂ. ഒരാളുടെ മാത്രം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ സൂര്യകാലയുടെ ഇല്ലത്ത് ആത്മാവിനെ കണ്ടത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ ആ 2 ജോലിക്കാർ. അപ്പോൾ അത് വേറൊരാൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ വേണ്ട, അത് ഉപേക്ഷിക്കുക. പക്ഷേ നൂറുകണക്കിന് ആളുകൾ കണ്ട സംഭവങ്ങളില്ലേ, ഒരുപാട് ഡോക്ടർമാർ വെരിഫൈ ചെയ്ത സംഭവങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള സംഭവങ്ങളിൽ റാഷണലിസ്റ്റുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളതെന്ന് പറയാനൊക്കത്തില്ല. അപ്പം നമ്മൾ എന്താണ് വിശ്വസിക്കുക? നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും സെൻസറി ഇതുകൊണ്ട് അനുഭവിച്ചതുമാണ് നമ്മൾ സത്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആത്മാവിനെ വിളിച്ചെടുത്ത് കേസ് തന്നത് ഞാനും DYSPയും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട, ഞങ്ങളുടെ ചെവി കൊണ്ട് അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് സത്യമാണ്. വേറൊരാൾക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട. പക്ഷേ നൂറുകണക്കിന് ആളുകൾ കണ്ട സംഭവമില്ലേ, ആ സംഭവത്തിൽ അവിശ്വസനീയമാവേണ്ട എന്താണ്? ഭോപ്പാലിലെ ലോ കോളേജിലെ പ്രിൻസിപ്പൾ അവരുടെ ഒറിജിനൽ പൂർവ്വജന്മം കണ്ടുപിടിച്ച് അവിടെ ചെന്ന് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ അത് തെളിവ് കൊടുത്തുള്ള സംഭവമാണ്. CBI ബുള്ളറ്റിനിൽ അവർ തന്നെ പബ്ലിഷ് ചെയ്ത സംഭവം CBIയെ പോലെ അന്വേഷണ സംഘം അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ അവിശ്വസിക്കുന്ന എന്തിനാണ്? അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെപ്പറ്റി എക്സ്ട്രാ സെൻസറിയായ കാര്യങ്ങൾ അത് ശാസ്ത്രഗത്യ മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കണം. അതാണ് മഹാത്മാഗാന്ധിജി മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാർ മരിച്ചു പോകുന്ന പറഞ്ഞ ഡേറ്റൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ജീവിച്ചു വന്നു. ഡോക്ടർമാർ അത്ഭുതത്തോടുകൂടി മഹാത്മചരിത്രത്തിൽ അദ്ദേഹം റെഫ്യൂസ് ടേക്ക് മെഡിസിൻസ്, നാച്ചുറോപ്പതിയിലൂടെ അത് ചികിത്സിച്ചു. അപ്പോൾ ഗാന്ധിജി അവരോട് പറഞ്ഞു, ദർ ഈസ് മോർ ഇൻ ലൈഫ് ദാൻ ഇൻ സയൻസ്, ദർ ഈസ് മോർ ഇൻ എക്സ്പീരിയൻസ് ദാൻ ഇൻ യുവർ സ്റ്റുപ്പിഡ് കെമിസ്ട്രി എന്ന് ഗാന്ധിജി പറഞ്ഞു. അപ്പോൾ എക്സ്ട്രാ സെൻസറിയെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്. ദർ ഈസ് മോർ ഇൻ ലൈഫ് ദാൻ ഇൻ സയൻസ്, there is more in experience than in all the stupid chemistry we have studied on this earth.